ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ അടുത്ത സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. മസ്തിഷ്ക മരണം, റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ കൃഷാന്ത്. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഭയങ്കര കോഫി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എസ്പെഷ്യലി എ കപ്പ് ഓഫ് കോഫി എവറി ഡേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സെക്കൻഡ്, ഈ സിനിമ ഒരിക്കലും ഇറ്റ്സ് നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ. ഇത് ഒരു പ്രത്യേകതരം ഓഡിയൻസിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഷനുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ഈ കൃഷാന്ത് മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്ന കാറ്റഗറി ആൾക്കാരാണെങ്കിലും ഡെഫിനറ്റ്ലി ഇറ്റ്സ് യുവർ കപ്പ് ഓഫ് ടീ. അല്ലെങ്കിൽ നിങ്ങൾ ഈ സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ നിരാശയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക വർത്ത് വാച്ചായിരുന്നു. ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു. തിയേറ്ററിൽ അടിപൊളിയായിരുന്നു. ആസ് യൂഷ്വൽ കൃഷാന്ത് മൂവീസ് ഒക്കെ പോലെ തന്നെ വളരെയധികം എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ആൻഡ് ദിസ് ഈസ് എ കൈൻഡ് ഓഫ് സ്കൈഫൈ കോമിക് ത്രില്ലർ കാറ്റഗറിപ്പെടുന്ന ഒരു സിനിമയാണ്. ഒരുപാട് ഹോളിവുഡ് സിനിമകളുടെയൊക്കെ അഡാപ്റ്റേഷൻസ് അല്ലെങ്കിൽ റെഫറൻസുകളൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഒരുപക്ഷെ ഇത്രയും വിഷണറി ആയിട്ടുള്ളൊരു സിനിമ. കാരണം 2046 കേരളത്തിൽ കൊച്ചിയിലൊക്കെ നടക്കുന്ന സംഭവങ്ങളാണ് സിനിമയുടെ ഇതിവൃത്തമായിട്ട് വരുന്നത്. അപ്പോൾ 2046 നമ്മുടെ ലോകം എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ കേരളം എങ്ങനെയായിരിക്കും, നമ്മുടെ നാട് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കൃഷാന്തിൻ്റെ വിഷൻ അദ്ദേഹം ഇതിൽ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നെ എടുത്തു പറയേണ്ടത് ഈ സിനിമയുടെ ഡയറക്ഷനും സ്ക്രീൻ പ്ലേയും അല്ലെങ്കിൽ സ്റ്റോറിയും മാത്രമല്ല, ഇതിൻ്റെ എഡിറ്റിംഗ് സൈഡിലും ആർട്ട് ഡയറക്ഷൻ്റെ സൈഡിലും ഒക്കെ കൃഷാന്തിൻ്റെ കൈകൾ വന്നിട്ടുണ്ട്. ആൻഡ് എഡിറ്റിംഗ് ടോപ്പ് നോച്ച്, അടിപൊളി ബ്രില്യൻ്റ് എഡിറ്റിംഗ് അടിപൊളിയായിട്ടുണ്ട്. അതേപോലെ ആർട്ട് വർക്കുകളും എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റ് ദിവ്യ എന്ന് പറയുന്ന പുള്ളിക്കാരിയാണ്, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ മ്യൂസിക് വർക്കാണ്. അതായത് ഇതിൻ്റെ പിന്നെ ഓഡിയോ സൈഡ്, ഇതിൻ്റെ സൗണ്ട് മിക്സിങ്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഇതിലെ പാട്ടുകൾ എല്ലാം നല്ല കുറച്ച് പഴയ മലയാളം പാട്ടുകൾ AI ടെക്നോളജിയൊക്കെ വെച്ചിട്ട് 2046 വരുമ്പോൾ DJ മിക്സിങ്ങും അതേപോലെ ഈ പിന്നെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് പോലത്തെ അസിസ്റ്റൻറ്റിൻ്റെ ഹെൽപ്പ്, അതേപോലെ റോബോട്ടിക് ഇൻ്റർഫിറൻസ്, VR വിർച്വൽ റിയാലിറ്റി, ഗെയിമിങ്, ഇങ്ങനത്തെ കാറ്റഗറീസ് ഒക്കെയാണ്. അപ്പോൾ ആ സമയത്ത് ഓരോരോ സീനുകളിൽ എലിവേറ്റ് ചെയ്യുന്നതിൻ്റെ മ്യൂസിക്കാണ്. വർക്കി എന്ന് പറഞ്ഞ ആളാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തേക്കുന്നത്. ഹാറ്റ്സ് ഓഫ് മാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൽ ജിൽ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് തിയേറ്റർ എക്സ്പീരിയൻസ് വാസ് സോ ഗുഡ് ഫോർ മീ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇത് എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ലാത്തത് കൊണ്ട് ദോസ് കാറ്റഗറി ഓഫ് പീപ്പിൾ ഇപ്പോഴും ഇങ്ങനത്തെ സിനിമകൾ അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് നിരാശയായിരിക്കും സമ്മാനിക്കുക. ഇതൊരു സെലക്റ്റീവ് മൂവിയാണ്. അപ്പോൾ ഇങ്ങനത്തെ കാറ്റഗറി ഇഷ്ടപ്പെടുന്നവർക്ക്, എസ്പെഷ്യലി ഗഗനാചാരിയൊക്കെ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ഷുവറായിട്ട് ഞാൻ ഗ്യാരണ്ടീഡ് ആണ് നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും. എന്നാൽ ഗഗനാചാരി തീരെ ഇഷ്ടപ്പെടാതെ അത് എന്തൊരു സിനിമ എന്ന് പറഞ്ഞ ആൾക്കാരെ എനിക്കറിയാം. അങ്ങനത്തെ ഉള്ളവർ പ്ലീസ് ഡോണ്ട് ഗോ, ബിക്കോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. ഇനി പെർഫോമൻസ് സൈഡിലേക്ക് വരികയാണെങ്കിൽ രജീഷ വിജയൻ സ്റ്റീൽഡ് ദ ഷോ. അതായത് നമുക്കറിയാം, ഇതിൻ്റെ ഐറ്റം സോങ്ങും കാര്യങ്ങളും ഒക്കെ വന്ന സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ നേരിട്ട ആളാണ് രജീഷ വിജയൻ. പക്ഷേ രജീഷ വിജയൻ ഇതിൽ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ക്യാരക്ടർ നല്ല രീതിയിൽ പുള്ള് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് നമ്മുടെ മണിയമ്പിള്ള രാജുചേട്ടൻ്റെ മോനെ നിരഞ്ജൻ. ആൾ നല്ല രീതിയിൽ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ നല്ല രീതിയിൽ ആളുടെ ശൈലിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ട്രിവാൻഡ്രം സ്ലാങ്ങിൻ്റെ യൂസേജ് വരുന്നുണ്ട്. ചില സ്ഥലത്ത് അത് കല്ലുകടിയായിട്ട് തോന്നിയെങ്കിലും ചില സ്ഥലത്ത് വളരെ നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ദിവ്യ പ്രഭ ഇതിൽ ഉണ്ട്. ദിവ്യ പ്രഭയുടെ ക്യാരക്ടർ ചില സ്ഥലത്ത് ആ ഡയലോഗ് നല്ല രീതിയിൽ വന്നെങ്കിൽ ചില സ്ഥലത്ത് എനിക്ക് വെറുപ്പീരായിട്ട് ഫീൽ ചെയ്തു. ആൻഡ് സിനിമ ഓവറോൾ 2 മണിക്കൂർ 25-26 മിനിറ്റ് ഉണ്ട്. കുറച്ചൊന്ന് ട്രിം ചെയ്ത് ചെറുതാക്കായിരുന്നു തോന്നി, എസ്പെഷ്യലി ടുവേർഡ്സ് ദ സെക്കൻഡ് ഹാഫ്. അല്ലെങ്കിൽ വാസ് ഗുഡ്, കാരണം ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ല കുറേ കോമഡി ഉണ്ടായിരുന്നു. പക്ഷേ ചില കോമഡീസ് വർക്കൗട്ട് ആവുന്നുണ്ടായില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, 2046 വരുമ്പോൾ ഒരു ട്രാൻസിഷൻ സ്റ്റേജിൽ ഉണ്ടാകുന്ന റോബോട്ടിക് ഇൻ്റർഫറൻസുകൾ, അതേപോലെ AI ഇൻ്റർഫറൻസുകൾ. ഇപ്പോൾ പോലീസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അതിൽ ജഗദീഷ് ആണ് ചെയ്തിട്ടുള്ളത്. ജഗദീഷ് ചേട്ടനൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ജഗദീഷ് ചേട്ടൻ പറയുന്ന ഡയലോഗ് ഉണ്ട്, അതായത് എൻ്റെ ജോലി പോകുമെന്ന് പേടിയാണ്. അത്രത്തോളം ടെക്നോളജി മനുഷ്യൻ്റെ ഇതിലേക്ക് എത്രത്തോളം കയറി എന്നുള്ളത് അവർ ഇൻറ്റൻസ് ആയിട്ട് അതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ടെക്നോളജിയുടെ ഓരോ വിഷനറീസ്, അതായത് നെക്സ്റ്റ് ഇയേഴ്സിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു ദൃശ്യാവിഷ്കാരം വാസ് ഗുഡ്. പിന്നെ അപ്പോഴും ബംഗാളികൾ കേരളത്തിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് അതിൽ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ ഒരുപാട് ക്രിറ്റിസിസംസ്, അതായത് ഒരുപാട് പേരെ നല്ല രീതിയിൽ ആക്ഷേപഹാസ്യം പോലെ പരിഹസിക്കുന്നുണ്ട്. എസ്പെഷ്യലി റിവ്യൂവേഴ്സ് ആയിട്ടുള്ള അശ്വന്ത് കോക്കടക്കമുള്ളവർ, പിന്നെ നമ്മുടെ നീലക്കുയിൽ എൻ്റർടൈൻമെൻറ്റ്സിനെ വേറൊരു പേര് കൊടുത്തിട്ട് അതിനെ കളിയാക്കുന്നുണ്ട്. അതേപോലെ ഒരു സെലിബ്രിറ്റി നേരിടുന്ന പ്രശ്നങ്ങൾ വളരെ നല്ല രീതിയിൽ രജീഷ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ
ഈ കാലഘട്ടത്തിലായാലും അതിനിപ്പോൾ 10-20 വർഷത്തിന് ശേഷമായാലും സ്ത്രീകൾ അല്ലെങ്കിൽ ഒരു നടിമാരെ നേരിടുന്ന പ്രശ്നങ്ങൾ, പിന്നെ ഈ പറഞ്ഞ ഓൺലൈൻ ഇപ്പോഴത്തെ സൈബറിലൊക്കെ നിറഞ്ഞിരിക്കുന്ന ആറാട്ടണ്ണൻ, അലിൻ ജോസ് പെരേരയൊക്കെ പോലുള്ളവരെ കളിയാക്കിക്കൊണ്ട് അങ്ങനെ എല്ലാവരെയും ക്രിട്ടിസൈസ് ചെയ്ത്, ഈവൻ ഗവൺമെൻറ്റിനെ, ഈവൻ എന്താ പറയുക, ഇതിലൊരു സീനിനിടയ്ക്ക് പാർട്ടി ഓഫീസുകൾ ഒരു മാറ്റവും ഇല്ലാതെ പ്രവർത്തിക്കുന്നതൊക്കെ അതിൻ്റെ ഒരു സീനും, അങ്ങനെ കുറേ സീനുകൾ, പിന്നെ കുറേ ഡയലോഗുകൾ വിച്ച് വാസ് ഗുഡ്. പിന്നെ ഇതിൽ ടുവേർഡ്സ് ദി എൻഡിൽ ഒരു കോർട്ട് സീനൊക്കെ ഉണ്ട്. ആ ഒരു സമയത്ത് ഭയങ്കര രസമായിരുന്നു. അതിൻ്റെ അകത്ത് വക്കീലായിട്ട് വന്ന പുള്ളിയൊക്കെ, എനിക്ക് പേരറിയില്ല, പക്ഷേ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ജഡ്ജി, പിന്നെ അങ്ങനെ കുറേ പേര്, പിന്നെ നമ്മുടെ നന്ദു ഉണ്ട്, അതേപോലെ പിന്നെ ജഗദീഷ്, പിന്നെ നമ്മുടെ പിന്നെ കൺവിൻസിങ് സ്റ്റാർ സുരേഷ് കൃഷ്ണ, സൂപ്പർ. പുള്ളിയുടെ ഔട്ട്ലുക്കും കൊള്ളാം, പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി, പുള്ളിയുടെ ക്യാരക്ടർ വാസ് വെരി ഗുഡ്. അങ്ങനെ വന്നവരും പോയവരും ഒക്കെ തകർത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കും ഡൈജസ്റ്റ് ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഇത് റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഐ റെക്കമെൻഡ് ദിസ് മൂവി ടു ദോസ് പീപ്പിൾ. ഇങ്ങനത്തെ കാറ്റഗറി ഇഷ്ടപ്പെടുന്ന, വെറൈറ്റി എക്സ്പീരിമെൻറ്റ്സ് ഇഷ്ടപ്പെടുന്ന, മലയാള സിനിമയുടെ ഇംപ്രൂവൈസേഷൻ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓഡിയൻസിന് ഇതൊരു ഗുഡ് വാച്ച് ആയിരിക്കും. പക്ഷേ അല്ലാത്തവർക്ക് മേ ബി ഇറ്റ്സ് കാസിങ് സം എന്താ പറയുക ഡിസ്റ്റർബൻസസ്. കാരണം അവർക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ളതൊരു ചോദ്യചിഹ്നമായിട്ട് വരുന്നു. അതിൽ കുറച്ച് എക്സിക്യൂഷനിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷിഫ്റ്റ് ചെയ്യായിരുന്നു എന്ന് തോന്നി. പക്ഷേ അതർ ദാൻ ദാറ്റ് സോ ഫാർ ഈ സിനിമ നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ടുവേർഡ്സ് ക്ലൈമാക്സിലൊക്കെ നല്ല രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. സൈഡ് VFX സൈഡൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അതായത് ബഡ്ജറ്റ് എത്രയാണെന്ന് അറിയില്ല, പക്ഷേ ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നിന്നുകൊണ്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി മേക്കിംഗ്, നല്ല VFX, നല്ല ക്വാളിറ്റി. അതിൽ കുറച്ച് റോബോട്ടിക് പട്ടികളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതായത് ടുവേർഡ്സ് 2046 പട്ടികളൊക്കെ മാറി റോബോട്ടിക് റീപ്ലേസ് ആവും എന്നുള്ളതാണ്. അപ്പോൾ പട്ടികളുടെ ആ ഒരു ഇത് അതിന് അപ്പം ചോദിക്കുന്നുണ്ട്, മഴ പെയ്യുമ്പോൾ എന്ത് ചെയ്യും, തുടച്ചിട്ട് വെക്കും, അങ്ങനത്തെ കുറച്ച് മൊത്തത്തിൽ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ ഗെയിമിംഗ് വിർച്വൽ ഒരു മെമ്മറി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയിട്ട് അത് അങ്ങനത്തെ ഒരു കൺസെപ്റ്റ്, അത് ഭയങ്കര ഒരു ഡെപ്ത് കൺസെപ്റ്റാണ്. പക്ഷേ ഒരു വളരെ സിമ്പിളായിട്ട് വളരെ നല്ല രീതിയിൽ അവരത് ഇത് ചെയ്തിട്ടുണ്ട്, എന്താ പറയുക, പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദോസ് പീപ്പിൾ ഹു ലവ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ്, എക്സ്പെരിമെൻ്റൽ സ്റ്റഫ്, സ്കൈഫൈ സ്റ്റഫ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി മലയാളത്തിൽ നിന്ന് കാണാൻ പറ്റിയൊരു നല്ല സിനിമയാണ്. സോ അങ്ങനത്തെ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഗോ വാച്ച് ഇൻ തിയേറ്റേഴ്സ്. OTTക്ക് വെയിറ്റ് ചെയ്യേണ്ട, തിയേറ്ററിൽ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. താങ്ക് യു.